ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ലഹരിക്ക് അടിമപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെയല്ലേ ഒരു ലഹരി. തീർച്ചയായിട്ടും അല്ലെ, യാത്രകളെ ലഹരിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. യാത്രകളാണ് ലഹരി. നമ്മൾ കാണുന്നു, അത് തിരിച്ചു വന്ന് നമ്മുടെ ഏറ്റവും അടുത്ത ആളോട് പറയുന്നു, അതിൽ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതൊന്നും ഒരു ലഹരിക്കും കൊടുക്കാൻ പറ്റാവുന്നതല്ല. വിഷയുടെ എന്തുകൊണ്ട് നമ്മുടെ ഈ കുട്ടികൾ ഈ ഒരു പ്രകൃതി സൗന്ദര്യം നൽകുന്ന ലഹരി എടുക്കുന്നില്ല? അല്ല, അവർ ഈ മൊബൈൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. അവർക്ക് സോഷ്യൽ മീഡിയ ആണ് എല്ലാം. ഈ മാതാപിതാക്കളുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തെറ്റുള്ളത്. മാതാപിതാക്കൾ കുട്ടികളുമായിട്ട് സംസാരിക്കുന്നില്ല, അതായത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഇരിക്കുന്ന സമയത്ത് പണ്ടത്തെ പോലെ ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ അതാണ്, സംസാരിക്കുന്നില്ല. എല്ലാവരും ഒന്ന് ചേർന്നിരുന്ന് സംസാരിക്കുന്നില്ല. അല്ല, പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത് എല്ലാവരും കൂടി ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന, അല്ലെങ്കിൽ ഒരു ഡെസ്കിന് ചുറ്റും ഇരുന്നായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം അങ്ങനെ ആ ഒരു ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സംസ്കാരം തന്നെ മാറി. അത് കയ്യിൽ പ്ലേറ്റ് എടുത്ത് കൊണ്ടുപോയി ടി വിയുടെ മുമ്പിലിരുന്ന് കഴിക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം റൂമിൽ പോയിരുന്ന് കഴിക്കുന്നു, നിന്ന് കഴിക്കുന്നു, ഇരുന്ന് അങ്ങനെയൊക്കെ. അപ്പോൾ ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന സംസ്ഥാനത്ത് പോയി ആ സമയത്താണ് ഈ വീട്ടിലെ സംസാരങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ പോലും, അപ്പോൾ കുട്ടികൾക്ക് തുറന്നു പറയാൻ ഒരു സ്പേസ് ഇല്ലാതാവുന്നു. അവിടെയാണ് ഈ സോഷ്യൽ മീഡിയ വില്ലനാവുന്നത്. അപ്പോൾ ലഹരി ഉപയോഗിക്കാതിരിക്കുക, ജീവിതമാണ് ലഹരി. അല്ലെങ്കിൽ ഇതുപോലെ യാത്രകളാണ് ലഹരി. അങ്ങനെ അതെ, അതൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുക, അതാണ് വേണ്ടത്.